എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെയേറെ ആനുകാലിക പ്രസക്തിയുള്ളതും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു വിഷയം സംസാരിക്കാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റിലുള്ള ഒട്ടനവധി കുട്ടികൾ അവരുടെ അഭിരുചിക്ക് ചേരാത്ത കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുകയും എന്നാൽ അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നും അവർക്ക് കരിയറിൽ എക്സൽ ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ കരിയർ ഒരു ജോലി തന്നെ ലഭിക്കാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ പലപ്പോഴും അവർക്ക് വികലമായ ഗൈഡൻസ് ഒക്കെ ലഭിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്ന് അറിവില്ലാത്തത് കാരണം അവരിപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള BA ഹിസ്റ്ററിയും MA ഹിസ്റ്ററിയും ഒക്കെ ചെയ്ത് PSCയുടെ ലോങ് ലൈനിൽ നിന്ന് നിരാശരായിരിക്കുന്ന ഒരവസ്ഥ ദുഃഖകരമായ സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ വേൾഡിൽ നിന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും അതിന്റെ പ്രഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഹെൽത്ത് കെയർ ആയിക്കൊള്ളട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കൊള്ളട്ടെ, കെമിക്കലോ മാനുഫാക്ചറിങ്ങോ പ്രോസസ്സിങ്ങോ ലോജിസ്റ്റിക്സോ ടൂറിസമോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലകളിലോ ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻഫ്ലുവൻസ് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ഏറ്റവും അധികം തൊഴിൽ സാധ്യതകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഫീൽഡും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് കുറിച്ചുള്ള വലിയ അറിവില്ലാത്തതുകൊണ്ട് അവരുടെ പേരൻസിനും അറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും അവർ ഈ കോഴ്സുകൾ സെലക്ട് ചെയ്തില്ല. അപ്പോൾ അതിന് ബേസിക് ആയിട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനായി ഞങ്ങളുടെ ക്ലോവേഴ്സ് സേഫ്റ്റി സർവീസസിന്റെ തന്നെ ഭാഗമായ ക്ലോവേഴ്സ് നെറ്റ് സൊല്യൂഷൻസിന്റെ ICT ഹെഡായ ശ്രീമതി ആതിര പ്രസാദ് ഇത് നിങ്ങളോടൊപ്പം ഉണ്ട്. ആതിര പ്രസാദ് ഒരു IT എക്സ്പേർട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേഷനും ഹയർ ക്വാളിഫിക്കേഷനും ഒക്കെ സിദ്ധിച്ച ആതിര പ്രസാദ് നമുക്ക് IT ഇൻഡസ്ട്രിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. എസ്പെഷ്യലി AI കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. വെൽക്കം ആതിര പ്രസാദ്. ആതിര, ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിപ്പോൾ എല്ലാ മേഖലകളിലും പിടിമുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു AI സ്പെഷ്യലിസ്റ്റ് ആകാൻ പറ്റുമോ? അതായത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലിസ്റ്റ്, അതായത് AI സ്പെഷ്യലിസ്റ്റ് ആകുന്നതിന് ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്? ആകാം. +2 ഉള്ള ആർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പഠിക്കാൻ പറ്റും. അപ്പൊ അതിന് മാത്തമാറ്റിക്സ് ഒരു പ്രശ്നമാണോ? മാത്തമാറ്റിക്സിന്റെ ബേസിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര കടുകട്ടിയായിട്ടുള്ള മാത്തമാറ്റിക്സ് ഒന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ അത്യാവശ്യം സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റി അറിയാവുന്ന ഏതൊരു കുട്ടിക്കും +2 കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് വരാം. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതിന് അവർക്ക് ബേസിക് എന്തെങ്കിലും കോഴ്സിന്റെ ആവശ്യമുണ്ടോ? ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറിനാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കാൻ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ഏതെങ്കിലും നമ്മൾ അറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓ, വെരി ഗുഡ്. അപ്പൊ ഒരു കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ്, അത് ഏതാ ഉദ്ദേശിക്കുന്നത്? കമ്പ്യൂട്ടർ ലാംഗ്വേജ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. അപ്പം കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ആയ പൈത്തണിന്റെ ബേസിക് അറിയുന്ന ഒരു കുട്ടിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ക്ലോവേഴ്സ് ICT ഡിവിഷൻ കൊടുക്കുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകൾക്ക് നമ്മൾ ഈ പൈത്തണിന്റെ ബേസിക് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ ആദ്യത്തെ 1 മന്ത് പൈത്തൺ കോർ പൈത്തൺ ആണ് നമ്മൾ ആദ്യത്തെ 1 മന്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 മാസം കോർ പൈത്തൺ കൊടുത്തിട്ടാണ് അവരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം ഏത് സ്ട്രീമിലുള്ള കുട്ടിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം. അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇന്റർനാഷണൽ ഡിപ്ലോമ കൊടുക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? നമ്മൾ 7 മന്ത്സ് ആണ് നമ്മൾ പറയുന്നത്. 7 മന്ത്സ്. ഇതൊരു ഫുൾ ടൈം സ്റ്റഡി ആണോ അതോ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ? ഫുൾ ടൈം സ്റ്റഡിയാ. അപ്പൊ ഒരു ചെറിയ പണിയാണ് കുട്ടികളെ സംബന്ധിച്ച്. ഫുൾ ആയിട്ട് അവർ പഠിക്കണം. വർത്താണ്. ഓക്കെ, അത് നല്ലതാണ്. സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ 1.5 മണിക്കൂറൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന സ്ഥലത്താണ് ഇവിടെ 8 മണിക്കൂർ ക്ലാസ് കൊടുക്കും. ഈ 8 മണിക്കൂർ ഇവർ പഠിക്കുന്നുണ്ട്. 8 മണിക്കൂറും പഠിക്കുന്നുണ്ട്. അപ്പം ഈ ലൈവ് പ്രോജക്റ്റുകളെല്ലാം കിട്ടാനുള്ള സാധ്യത ഇവർക്ക് നമ്മൾ ലൈവ് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ നമ്മളിപ്പോ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് രാവിലെ ടു നൂൺ വരെയുള്ള ടൈമിൽ നമുക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവരുടെ ലൈവ് പ്രൊജക്റ്റിനുള്ള മെറ്റീരിയൽസ് ഡേറ്റ ഇവർ കളക്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷനിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ വൈകുന്നേരം വരെ അവർ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് വെച്ചാണ്. അപ്പം ഞാൻ കണ്ടു പരസ്യത്തിൽ നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഇന്റർനാഷണൽ ബോർഡ് ഓഫ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ് USA ഇന്റർനാഷണൽ സ്കിൽ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ 6 മന്ത്സ് കോഴ്സ് കഴിയുന്നവർക്ക് 100% പ്ലേസ്മെന്റ് കൊടുക്കുന്നു. അത് ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. കാരണം 6 മാസം അവർ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക്
അതിനുള്ള എക്സ്പെർട്ടൈസ് കിട്ടുന്നു. അത് ഒരു വലിയ കാര്യമാണ്. കാരണം ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പണി അറിയണം. അപ്പൊ ഈ ജോലി അറിയാവുന്നവരാക്കി മാറ്റിയിട്ടാണ് അവർക്ക് ജോലി കൊടുക്കുന്നത്. പുറത്തിറങ്ങുന്നത് ലൈവ് പ്രൊജക്റ്റിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് പ്ലേസ്മെന്റും 100% പ്ലേസ്മെന്റും കിട്ടും. ഇനി മറ്റൊരു സംശയം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏതൊക്കെ ഡെസിഗ്നേഷനിൽ ജോലി ലഭിക്കാം? നമുക്ക് ജൂനിയർ ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡേറ്റാ സയൻസ് ഡെവലപ്പർ ആയിട്ട് കയറാം, ML എക്സ്പേർട്ട് ആയിട്ട് കയറാം, ഡേറ്റാബേസ് എക്സ്പേർട്ട് ആയിട്ട് കയറാം. ഇനിയിപ്പം പൈത്തന്റെ ഏതെങ്കിലും ഒരു ഫ്രെയിംവർക്കും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് കയറാം. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇവർക്ക് എത്ര ഈ സാലറി റേഞ്ച് ഒക്കെ? സാലറി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ കയറുന്ന ഒരാളാണെങ്കിൽ ഏകദേശം 22 ആയിരിക്കും സ്റ്റാർട്ടിങ് കിട്ടുന്നത്. അത് അവരുടെ ബേസ് ക്വാളിഫിക്കേഷനോടെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. PG കഴിഞ്ഞ ആൾക്കാണെങ്കിൽ 20 ഒക്കെ ആയിരിക്കും. ചിലപ്പം ഡിഗ്രി കഴിഞ്ഞാലും ഗ്രാജുവേറ്റ് ജസ്റ്റ് ആയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 15K മുതലായിരിക്കും കിട്ടുക. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊജക്റ്റിനനുസരിച്ച് ഇവരുടെ സാലറിയുടെ സ്കെയിലിൽ നിന്ന് കയറി വരും. അപ്പം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് 15K മുതൽ തുടങ്ങിയാൽ മാക്സിമം എത്ര വരെയൊക്കെ പോവാം? മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ 3 മുകളിലൊക്കെ ലാക്ക് പെർ മന്ത് കിട്ടുന്നവരുണ്ട്. ഓക്കെ, 3 ലാക്സിന് മേളിൽ അല്ലെങ്കിൽ 3.5 വരെയൊക്കെ കിട്ടുന്ന ആളുകൾ നമ്മുടെ കൊച്ചി ഇപ്പൊ പാർക്കിൽ തന്നെ ഞാൻ കേട്ടത് 3.5 ലാക്സ് വരെയൊക്കെ കിട്ടുന്ന ആളുകളുണ്ട്. ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചിട്ട് ഒരാൾ ഇന്ത്യയിൽ പഠിച്ചത് കൊണ്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് ഇന്റർനാഷണൽ സ്കിൽ ഡിപ്ലോമ US സർട്ടിഫിക്കറ്റ് ആണ്. ഇവർക്ക് കാനഡയിലൊക്കെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ ഈ നോളജ് മതിയാവും? നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ IBSDയുടെ തന്നെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അവിടുത്തെ ബുക്സ് അനുസരിച്ചാണ് നമ്മളിവിടെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവിടുത്തെ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് സ്കിൽഡ് ആയിട്ട് അത് വലിയൊരു കാര്യമാണ്. കാരണം ഇന്റർനാഷണൽ ബോർഡ് ഓഫ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെന്റ് USA കരിക്കുലം അനുസരിച്ച് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ US സ്റ്റാൻഡേർഡിലുള്ള കോഴ്സുകളാണ് കൊടുക്കുന്നത്. അപ്പൊ US സ്റ്റാൻഡേർഡിലാകുമ്പോൾ അത് കാനഡയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒരുപാട് അത് വലിയൊരു മെച്ചമാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു US സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ ആ US കരിക്കുലത്തിന് യോജിച്ച രീതിയിലുള്ള സംഭവമാണ് കൊടുക്കുന്നത്. അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഈ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മറ്റൊരു സാധ്യതയോടെ ഓർക്കുന്നു. അതായത് ഇങ്ങനെ ഒരു US ക്വാളിഫിക്കേഷനുമായിട്ട് പോകുന്ന ഈ ഓവർസീസ് എഡ്യൂക്കേഷൻ വന്ന കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുമല്ലോ. കാരണം ഇവിടുന്ന് അവർ പോകുന്ന കുട്ടികൾ പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നത് കൂടുതലും കെയർ ഗിവേഴ്സ് ആയിട്ടും അതേപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെയാണ് അവർ ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഓവർ ടൈം ചെയ്യുന്നതൊക്കെ. പക്ഷെ ഇവിടുന്ന് നമ്മൾ ചെന്ന് കഴിയും, ഇവിടുന്ന് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു ഡോർ ഓപ്പൺ ആക്കാതെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു വലിയ ഡോർ ഓപ്പൺ ആക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും IT കോഴ്സുകളോ മാനേജ്മെന്റ് കോഴ്സുകളോ ഒക്കെ ചെയ്യാനായിട്ട് വിദേശ പഠനത്തിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ ഫുഡ് കൗണ്ടറിലോ ഒക്കെ ജോലി ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ കോഴ്സുമായിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെന്ന് പാർട്ട് ടൈം ജോബ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഫർദർ സ്റ്റഡീസ് അതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. വളരെ വളരെ നല്ല ഒരു പോയിന്റാണത്. തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് ആക്ച്വലി? കാരണം ഇതിപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു കോഴ്സൊക്കെ ചെയ്തു 5 കൊല്ലം കൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് വരുമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഇപ്പം എല്ലാവരും നമ്മുടെ പലരുടെയും വീടുകളിൽ അമ്മമാര് ഉണ്ടായിരിക്കും. അവര് ചിലപ്പം 10th ഫെയിൽഡ് ആയിട്ടുള്ള അമ്മമാര് വരെ ഉണ്ടാവും. ഇല്ല പഠിക്കാൻ വേണ്ടത്ര പഠിക്കാത്ത അമ്മമാര് പോലും ഇന്നത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അതിലൂടെ പോകുന്നുണ്ട്. അപ്പം ഇനി വരും വർഷങ്ങളിൽ അത് കൂടി തീർച്ചയായിട്ടും വളരെ ഇൻഫർമേഷൻ നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഇതിന്റെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പം ഇപ്പൊ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കോഴ്സിൽ ഒരാൾ 6 മാസം പഠിച്ചു, പിന്നാണ് അയാൾക്ക് മനസ്സിലാവുന്നത് എന്റെ പണിയല്ല അല്ലെങ്കിൽ എന്റെ ഫീൽഡ് അല്ല ഇതെന്ന്. ഇതിന് വല്ല ടെക്നിക് ഉണ്ടോ? അതായത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് 6 മന്ത്സിന് പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് ഏതെങ്കിലും രീതി അറിയാൻ പറ്റുമോ ഇതിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സ്കിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുമോ? നമ്മളിവിടെ ക്ലോവേഴ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ബൂട്ട് ക്യാമ്പ് നടത്തും. ആ ബൂട്ട് ക്യാമ്പിൽ അവർ കയറി അവര് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവർക്കൊരു 1 മന്തിന്റെ ആണ്. നമുക്ക് 30 hours ഒരു ബൂട്ട് ക്യാമ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ 30 hours ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആൾക്ക് മനസ്സിലാവും ഇത് ആൾക്ക് പറ്റിയ കാര്യമാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവിടുത്തെ ഈ ലോങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ചേരുന്ന കുട്ടി ആദ്യം ഒരു ബൂട്ട് ക്യാമ്പിൽ ചേരുന്നു. 1 മാസം ദൈർഘ്യമുള്ള ഈ ബൂട്ട് ക്യാമ്പിൽ ചേർന്ന് അതിൽ ഫിറ്റ് ആവുന്ന ആളെ മാത്രമേ
നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ചേർക്കുള്ളൂ. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫീസ് ഒന്നും കൊടുത്ത് അവർക്ക് നഷ്ടബോധവും വരില്ല. അപ്പോൾ ബൂട്ട് ക്യാമ്പിന് അവർക്ക് ചേരുകയും ചെയ്യാം. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ബൂട്ട് ക്യാമ്പിന് ചേർന്ന് അവർക്ക് അത് പറ്റുമെന്ന് തോന്നിയാൽ മാത്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ചെയ്യുന്നു. ഇനി ഒരാൾക്ക് ബൂട്ട് ക്യാമ്പിൽ ചേർന്നു, അയാൾക്ക് തോന്നി എനിക്ക് കോഡിങ്ങോ അല്ലെങ്കിൽ എനിക്ക് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാത്തമാറ്റിക്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യോജിച്ചല്ലെന്ന് തോന്നി, അവർക്ക് പിന്നെ എന്താ ഓപ്ഷൻ? അവർക്ക് ഡേറ്റ ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും AI പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തിൽ ഡീപ് ലേണിംഗിന്റെ ഏരിയ വരുമ്പോഴാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. സോ ആ സമയത്ത് അവർക്കത് ബുദ്ധിമുട്ടാണോ എന്ന് തോന്നുകയാണോ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഡേറ്റ അനാലിസിസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇനി ഡേറ്റ അനാലിസിസും അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ആ ഒരു ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. സോ അതും അവർക്ക് പറ്റുന്നില്ല എങ്കിൽ അവർക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് മാറാം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഇവിടെ ഒരു കുട്ടി പ്രോവേഴ്സ് നെറ്റ് സൊല്യൂഷൻസ് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോയിൻ ചെയ്താൽ അവൻ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് ഈ ബൂട്ട് ക്യാമ്പ് ആയിരിക്കും. ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് അതിൽ എയിലേക്ക് പോകാമെന്ന് പൂർണ്ണമായും കോൺഫിഡൻസ് ഉള്ളപ്പോൾ മാത്രമേ എയിലേക്ക് പോകുന്നു. ഇനി അതല്ല എങ്കിൽ അയാൾക്ക് ഡേറ്റാ സയൻസ് തിരഞ്ഞെടുത്ത് അതിലേക്ക് പോകാം. അതുമല്ലെങ്കിൽ അയാൾക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലേക്ക് പോയി അയാൾക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആതിര പറഞ്ഞു തന്നത്. വളരെ നന്ദിയുണ്ട്. അപ്പം പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങളൊരു +2 അതിന് മുകളിലായിട്ടുള്ള ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്കും ക്ലോവേഴ്സ് നെറ്റ് സൊല്യൂഷൻസ് നടത്തുന്ന ഇന്റർനാഷണൽ സ്കിൽ ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ചേരാവുന്നതാണ്. അതിന്റെ ടെസ്റ്റിംഗ് എന്ന രീതിയിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ തുക മുടക്കി ബൂട്ട് ക്യാമ്പിൽ ചേർന്ന്, അതായത് AI ബൂട്ട് ക്യാമ്പിൽ ചേർന്ന് നിങ്ങളുടെ കോമ്പിറ്റൻസ് അതിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അത് യോജിച്ചെങ്കിൽ മാത്രം നിങ്ങൾക്ക് എയിലേക്ക് പോകാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ ഡേറ്റാ സയൻസ് കോഴ്സിലേക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലേക്കോ പോകാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ചുവടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ ഏത് നിമിഷവും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ തയ്യാറായി കാത്തിരിക്കുകയാണ്. വീണ്ടും ഒരു വിഷയത്തിൽ കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം.